സോ ഇനീഷ്യലി നമ്മൾ കാണാനായിട്ട് പോകുന്നത് 1:8 DMUX യൂസിങ് സ്ട്രക്ചറൽ മോഡലിംഗ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ, കാരണം ഇത് ഓൾറെഡി സ്ട്രക്ചറൽ മോഡലിംഗ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിരിക്കുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ഫെമിലർ ആണ്. ഇപ്പം എൻ്റെ അത് നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ അവസാനം മേ ബി ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് 1:2 DMUX നമ്മൾ ചെയ്തിട്ടില്ലായിരിക്കും, മേ ബി മക്സ് ആയിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. സോ DMUX ആണെന്നുള്ള വേരിയേഷൻ മാത്രമേ ഉള്ളൂ. 1:8 DMUXന്റെ സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് പഠിച്ചിരിക്കുന്നതാണ് അല്ലേ. സോ 1:8 DMUX. സോ 1 ഇൻപുട്ട് 8 ഔട്ട്പുട്ട്. സോ 1 ഇൻപുട്ട് അതിനെ D എന്നാണ് ഇവിടെ വിളിച്ചേക്കുന്നത്. 8 ഔട്ട്പുട്ട്സ് വിച്ച് ആർ ഫ്രം D0 D1 to D7 ആർ ദ 8 ഔട്ട്പുട്ട്. സോ ഉറപ്പായിട്ടും നമുക്ക് 3 സെലക്ട് ലൈൻസ് ആണ് വരിക, S2 S1 S0. Okay, so this is the structure and the corresponding truth table, where S2 എന്ന് പറയുന്നത് is the MSB and D7 is the MSB for the output. Okay, so 0 0 0 വരുന്ന സമയത്ത് provided D is equal to 1. D is equal to 1 കൊടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലാബിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നു, അങ്ങനെ തന്നെയാണ് അല്ലേ. ലാബിൽ നിങ്ങൾ ഓൾറെഡി മക്സ് ഡിമക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ സോ ഡിമക്സ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ലൈൻ 1 ആക്കി വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഓൾറെഡി ഇത് ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ടെസ്റ്റ് ബെഞ്ച് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ 1:4 DMUX കണ്ട സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഔട്ടിൻ്റെ കേസ് വരുന്ന സമയത്ത് ഔട്ടിൽ ഇന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് വേണം ടെസ്റ്റ് ബെഞ്ച് എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമിലർലി ഹിയർ ഓൾസോ ഇന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിയുടെ വാല്യൂ 1 ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇവിടെ ട്രൂത്ത് ടേബിളിനകത്ത് ഇവിടെ 1 വന്നിരിക്കുന്നത്, വിച്ച് വി ഹാവ് ഓൾറെഡി കവേർഡ് ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ അതിലേക്ക് പോകുന്നില്ല, ഡയറക്ട്ലി മൂവിങ് ഓൺ ടു ദ സ്ട്രക്ചർ. സോ അപ്പോൾ നമ്മുടെ ഇൻപുട്ട് പോർട്ട്സ് ആയിട്ട് നമ്മൾ ഏതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക? ഇൻപുട്ട്സ് ആയിട്ട് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് ആണ്. അലോങ് വിത്ത് സെലക്ട് ലൈൻസ് ആർ ഓൾസോ ട്രീറ്റഡ് ആസ് ഇൻപുട്ട് ഇൻ വെരിലോഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് പോർട്ട്സ് എന്ന് പറയുന്നത് D0 to D7. ഇനി ഇത് കൂടാതെ സ്ട്രക്ചറൽ മോഡലിനകത്ത് നെക്സ്റ്റ് ഡിക്ലറേഷൻ വരുന്നതെന്ന് പറയുന്നത് ഈസ് ദ വയർ അല്ലേ. സോ വയർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. സോ പോർട്ടുകളായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. അതേസമയം ഏതെങ്കിലും ഒരു ഗേറ്റിന്റെ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ടെർമിനൽസിനെയാണ് നമ്മൾ വയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദിസ് കേസ് ഇപ്പം ഫസ്റ്റത്തെ ഗേറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കേ. സോ 1 ഓഫ് ദ ഇൻപുട്ട് ഇസ് D, ദാറ്റ് ഈസ് ഫൈൻ. എല്ലാ ഗേറ്റിന്റെയും ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് D ആണ്. ഇനി ഇതിനകത്തുള്ള ഒറ്റ വേരിയേഷനേ ഉള്ളൂ, നമ്മൾ നേരത്തെ കണ്ടിരുന്ന മക്സ് അല്ലെങ്കിൽ DMUX സ്ട്രക്ചേഴ്സ് എല്ലാം 1:2 അല്ലെങ്കിൽ 2:1 1:4 അല്ലെങ്കിൽ 4:1 മക്സ് DMUXന്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇതുവരെ നമ്മൾ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. 2 അല്ല, മാക്സിമം 3 വരെ. ഇപ്പൊ ഇവിടെ നമുക്ക് 2ഉം 3ഉം രണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈച്ച് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് 4 ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ആ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, 4 ഇൻപുട്ട്സ് ഉള്ള ആൻഡ് ഗേറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മുടെ ഓൾറെഡി നമ്മൾ ഗേറ്റിന്റെ കറസ്പോണ്ടിങ് കോഡ് നമുക്കറിയാം. ഗേറ്റ് ലേബൽ, ദെൻ ബ്രാക്കറ്റിനകത്ത് ആദ്യം നമ്മൾ എഴുതുന്ന ഔട്ട്പുട്ട് വേരിയബിൾ നെയിം, ദെൻ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് പോർട്ട്സ്. സോ അത് 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4 ഇൻപുട്ട് പോർട്ട്സുകളുടെ പേര് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എത്ര ഇൻപുട്ട് ഉണ്ടോ അത് നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ഗേറ്റ്, സോ ഔട്ട് D0, ഇൻ എന്ന് പറയുന്ന 1 ഓഫ് ദ ഇൻപുട്ട് ഈസ് D. അതർ ഇൻപുട്ട്സ് നോക്കിയേ, S2 എന്ന് ഇതിനെ വിളിക്കാൻ പറ്റുമോ? നോട്ട് ഓഫ് S2 ആണ് ഇവിടെ വരുന്നത് അല്ലേ. Then here also S1ന്റെ നോട്ട് ആണ് ഈ ഒരു കണക്ഷൻ. തേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്, then ഫോർത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് നോട്ട് ഓഫ് S0. സോ അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് നോട്ട് ഗേറ്റിന്റെ ഔട്ട് ആയിട്ട് വരുന്ന ഈ വയേഴ്സ്, ദിസ് വൺ, then രണ്ടാമത്തെ നോട്ടിന്റെ ഔട്ട്, മൂന്നാമത്തെ നോട്ടിന്റെ ഔട്ട്, ഇതിനെ നമ്മൾ വയർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. സോ അത് മാത്രമാണ് ഇവിടെ വേരിയേഷൻ വന്നേക്കുന്നത്. വേരിയേഷൻ അല്ല, നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്, പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ മൊഡ്യൂൾ നെയിം, ദെൻ ലിസ്റ്റ് ഓഫ് പോർട്ട്സ്, ഓൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്ട്സ്. ഇത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്ടർ ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ വെക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാതെ രണ്ട് സ്റ്റൈൽ ഓഫ് അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും വെക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി വെക്ടർ ഡിക്ലറേഷൻ ആണെങ്കിൽ D, S2 S1 S0 വെക്ടർ ആക്കുവോ ആക്കാതിരിക്കോ അത് വലിയ പ്രശ്നമില്ല. ബട്ട് ഇതിനെ നമുക്ക് രണ്ടിനെ D എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതിനെ D എന്നാക്കുവാണെങ്കിൽ, അതായത് ഈ ഡേറ്റ ഇൻപുട്ട് അതിനെ D എന്ന് വിളിക്കുകയാണെങ്കിൽ സെയിം വേരിയബിൾ മൾട്ടിപ്പിൾ പോർട്ട്സിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ഇതിനെല്ലാത്തിനെയും കൂടെ വേണം നമുക്ക് D എന്ന് വിളിക്കാം. നമുക്ക് നെക്സ്റ്റ് മോഡലിംഗിലേക്ക് വരുമ്പോഴത്തേക്കും കാണാം വെക്ടർ ഉപയോഗിച്ചിട്ടുള്ള എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പോൾ വെക്ടർ ഉപയോഗിക്കാതെ എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് മുഴുവൻ ഇവിടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതേണ്ട
ആവശ്യം വന്നേക്കുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഡിക്ലറേഷൻ, അതിനുശേഷം വയർ. ഇപ്പം ഇവിടെ S2ന്റെ ഔട്ടിനെ NS2 എന്നും, S2ന്റെ ഔട്ട് ഇൻ ദ സെൻസ് നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട്, സോ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഈ ഒരു വയറിനെ NS2 എന്നും, S1ന്റെ നോട്ട് ഗേറ്റിന്റെ ഔട്ടിനെ NS1 എന്നും, അതേപോലെ തന്നെ S0 കണക്ട് ചെയ്തിരിക്കുന്ന നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ NS0 എന്നാണ് വിളിച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ദ വയേഴ്സ് NS0, നോട്ട് ഓഫ് S0, നോട്ട് ഓഫ് S1 ആൻഡ് നോട്ട് ഓഫ് S2. ബാക്കി ഇനി ഒരു വേരിയേഷനും ഇല്ല. നമ്മൾ എങ്ങനെയാണോ അതർ ഡിമക്സ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ്. സ്ട്രക്ചർ മോഡലിംഗ് ഓൾറെഡി സിംപ്ലർ, അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് തന്നെ പറയാം. ഈ വയറിന്റെ കണക്ഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ, ബാക്കിയൊന്നും വലിയ വേരിയേഷൻ വരുന്നില്ല. ആ കൂടെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് ഇവിടെ ഒറ്റ വേരിയേഷനേ വന്നിട്ടുള്ളൂ. നമ്പർ ഓഫ് ഇൻപുട്ട് പോർട്ട്സ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയം ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, മക്സിലും ഡിമക്സിലും ചെയ്ത പോലെ തന്നെയാണ്, വേറെ വേരിയേഷൻ ഒന്നും ഇല്ല. ഒരു ആൻഡ് ഗേറ്റ് ഒന്ന് എടുത്ത് നോക്കാം. സോ കൺസിഡറിങ് വേണേ വേറെ ആൻഡ് ഗേറ്റ് D3 വരുന്ന ആൻഡ് ഗേറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സോ D3യുടെ ലേബൽ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. D3 എന്നാണ് ഞാൻ എൻ്റെ പേര് വിളിച്ചിരിക്കുന്നത്. ഒരു D3 ഉള്ള, ഒരു D3 കട്ട് ചെയ്ത് കളഞ്ഞോളാം. സോ ഫസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D3. ലേബൽ അപ്പോൾ സെയിം ലേബൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല, സോ അതുകൊണ്ടാണ് ഇവിടെ സ്മോൾ D3 അല്ലെങ്കിൽ D3 എന്ന് വേണമെങ്കിൽ വിളിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. സോ ഔട്ട്പുട്ട് കോമ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട്. സോ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് D, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് നോട്ട് ഓഫ് S2 വിച്ച് ഈസ് NS2, അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് S1, ദെൻ ലാസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് S0. സോ അതാണ് S3, D, NS2, S1, S0. സോ അതുപോലെ എല്ലാ ഗേറ്റ്സിനും ജസ്റ്റ് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഇതിപ്പോൾ നമ്പർ ഓഫ് ഗേറ്റ്സ് കൂടി എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈലിന് കാര്യമായ വേരിയേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത് ക്ലിയർ ആണോ?